ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് DSPയിലെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോം എങ്ങനെയൊക്കെ ചെയ്യാം, അതേപോലെ തന്നെ സെഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പം ഇനി നമുക്ക് ഇവിടെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പം ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ചെയ്യാൻ 3 മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ലോങ് ഡിവിഷൻ മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്, റെസിഡ്യൂ മെത്തേഡ്. ഇതൊക്കെയാണ് 3 മെത്തേഡ്സ്: ലോങ് ഡിവിഷൻ മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് റെസിഡ്യൂ മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ ലോങ് ഡിവിഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഈസ് ഗിവൺ ആസ് h of n equal to 1, 2, 3 and output response is given as y of n equal to 1, 1, 2, minus 1, 3. Find input sequence. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഇമ്പൾസ് റെസ്പോൺസ് h of n, ഇമ്പൾസിൻ്റെ വാല്യൂസാണ് h of n 1, 2, 3. ഔട്ട്പുട്ട് റെസ്പോൺസ് y of n-ൻ്റെ വാല്യൂസാണ് 1, 1, 2, minus 1, 3. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻപുട്ട് സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പം സിസ്റ്റത്തിന് ട്രാൻസ്ഫർ ഫങ്ഷൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും? നമുക്കതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സിസ്റ്റം ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം വരച്ചു. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അതിൻ്റെ ഇൻപുട്ടിനെ നമുക്ക് എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം എടുത്താൽ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഇനി എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷനാണ് എച്ച് ഓഫ് സെഡ്. ദെൻ വൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസാണ് വൈ ഓഫ് സെഡ്. വൈ ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോമാണ് വൈ ഓഫ് സെഡ്. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് സീക്വൻസിൻ്റെ സെഡ് ട്രാൻസ്ഫോം, വൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സീക്വൻസിൻ്റെ സെഡ് ട്രാൻസ്ഫോം, എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, മീൻസ് അതിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ. അപ്പം ട്രാൻസ്ഫർ ഫങ്ഷൻ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ആണ്. വൈ ഓഫ് സെഡ് എന്താണ്? ഔട്ട്പുട്ട്. വൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ് ഇൻ ടേംസ് ഓഫ് സെഡ് ട്രാൻസ്ഫോം. അപ്പം എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഇനി ഈ എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷനാണ് എച്ച് ഓഫ് സെഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്, ദെൻ ഔട്ട്പുട്ട് റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ വൈ ഓഫ് എൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കണം. അപ്പം എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സിസ്റ്റം ട്രാൻസ്ഫർ ഫങ്ഷൻ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ട്. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എന്തൊക്കെയാണ് വാല്യൂസ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1, 2, 3. ദെൻ വൈ ഓഫ് എൻ ഈക്വൽ ടു 1, 1, 2, minus 1, 3.
ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഓഫ് എൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എച്ച് ഓഫ് സെഡ് കണ്ടുപിടിച്ചുകൂടെ. എച്ച് ഓഫ് എൻ എന്ന് എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സപ്പോസ് ഇത് ഒറിജിനായിട്ട് എടുക്കുക, കാരണം ആരോ മാർക്കൊന്നും കാണിച്ചിട്ടില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിനെ ഒറിജിനായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു 1 + 2z raised to -1 + 3z raised to -2 എന്ന് മാർക്ക് ചെയ്യാം. എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു 1 + 2z raised to -1 + 3z raised to -2. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാം, നമ്മൾ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, സെഡ് റേസ് ടു 0 എന്ന് പറയുന്ന പവറിലാണ്, ഒറിജിനലല്ലേ ഇരിക്കുന്നത് 1. 2 എന്ന് പറയുമ്പം സെഡ് റേസ് ടു -1. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു -2ലാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 + 2z raised to -1 + 3z raised to -2. ദെൻ y ഓഫ് സെഡ് നമുക്ക് ഇതേപോലെ എഴുതിക്കൂടെ, y ഓഫ് സെഡ് ഈക്വൽ ടു 1 + 1 × z raised to -1 എന്ന് പറയുമ്പോൾ z raised to -1 + 2z raised to -2 - z raised to -3 -1 × z raised to -3 എന്ന് പറയുമ്പോൾ -z raised to -3 + 3z raised to -4. ഓക്കെ അല്ലേ. എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു 1 + 2z raised to -1 + 3z raised to -2. y ഓഫ് സെഡ് ഈക്വൽ ടു 1 + z raised to -1 + 2z raised to -2 - z raised to -3 + 3z raised to -4. ദെൻ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, എക്സ് ഓഫ് സെഡ്, എക്സ് ഓഫ് എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെ എച്ച് ഓഫ് സെഡും വൈ ഓഫ് സെഡും എക്സ് ഓഫ് സെഡും എല്ലാം വരുന്ന ഒരു ടേം ഏതാണ്, ഇക്വേഷൻ ഏതാണ്, എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ്. എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ് ഓഫ് സെഡ്. അപ്പോൾ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു y of z divided by h of z. y of z divided by h of z. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എച്ച് ഓഫ് സെഡ്. ഇവിടെയാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്ത്, കാരണം ഡിവിഷൻ അവിടെ വന്നില്ലേ, വൈ ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അവിടെ വന്നു. ഇവിടെയാണ് നമ്മൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും ടേംസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇത് ചെയ്ത് നോക്കണമല്ലോ. വൈ ഓഫ് സെഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഓഫ് സെഡിൻ്റെ വാല്യൂ എന്താണ്, അപ്പം എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞു. വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് സെഡ്. അപ്പം വൈ ഓഫ് സെഡ് എന്താണ്, 1 + z raised to -1 + 2z raised to -2 - z raised to -3 + 3z raised to -4. നമ്മൾ കണ്ടുപിടിച്ചതാണ് വൈ ഓഫ് സെഡ്. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 + 2z raised to -1 + 3z raised to -2. ഇനി എന്ത് ചെയ്യണം, നമ്മളിത് ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 1 + z raised to -1 + 2z raised to -2 - z raised to -3 + 3z raised to -4 whole divided by 1 + 2z raised to -1 + 3z raised to -2. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സാധാ ഡിവിഷൻ മെത്തേഡ് തന്നെയാണ്, അതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. നമുക്ക് പുതിയൊരു പേജിൽ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത്. നമുക്കൊന്നും കൂടെ നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് വാല്യൂസ്, 1 + z raised to -1 + 2z raised to -2 - z raised to -3 + 3z raised to -4 whole divided by 1 + 2z raised to -1 + 3z raised to -2. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, ഫസ്റ്റ് ടേം 1നെ ക്യാൻസൽ ആക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം 1നെ ക്യാൻസൽ ആക്കണമെങ്കിൽ നമ്മൾ എത്ര ടൈംസ് ഇതിനെ ചെയ്യണം, നമുക്കിവിടെ 1 വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ 1 വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 1 എന്ത് കിട്ടും, 1 + 1 × 2 × z raised to -1 എന്ന് പറയുമ്പോൾ 2z raised to -1 + 1 × 3 z raised to -2 എന്ന് പറയുമ്പോൾ 3z raised to -2.
ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ട് ടേമിലും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. സെഡ് റേസ് ടു -1 പ്ലസ് 2z റേസ് ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് റേസ് ടു -1 മൈനസ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് ടേം മൈനസ് ചെയ്യുക, ഈ രണ്ട് ടേം മൈനസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ എന്താവും, ഇങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് 1 - 1 എന്ത് കിട്ടും, 0 പ്ലസ് സെഡ് റേസ് ടു -1 മൈനസ് 2z റേസ് ടു -1 എന്ന് പറയുമ്പം മൈനസ് z റേസ് ടു -1. അടുത്ത ടേം 2z റേസ് ടു -2 മൈനസ് 3z റേസ് ടു -2 എന്ന് പറയുമ്പം മൈനസ് z റേസ് ടു -2. ഇനി ഇവിടെ ടേംസ് ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലത്തെ അതുപോലെ എഴുതാം. മൈനസ് z റേസ് ടു -3 മൈനസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z റേസ് ടു -3 വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇനി ഈ z റേസ് ടു -1 എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ആ ടേമിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ക്യാൻസൽ ആവുക, മൈനസ് സെഡ് റേസ് ടു -1 കൊണ്ട് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് സെഡ് റേസ് ടു -1 ഇൻറ്റു 1 എന്താ കിട്ടുക, മൈനസ് സെഡ് റേസ് ടു -1 വന്നു. അത് മൈനസ് സെഡ് റേസ് ടു -1 ഇൻറ്റു 2z റേസ് ടു -1 നമുക്ക് എന്ത് കിട്ടും, മൈനസ് 2z റേസ് ടു -2 കിട്ടും. ഇനി മൈനസ് സെഡ് റേസ് ടു -1 ഇൻറ്റു 3z റേസ് ടു -2 എന്ത് കിട്ടും, മൈനസ് 3z റേസ് ടു -3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നമ്മുടെ സാധാ ഡിവിഷൻ പോലെ തന്നെ മൈനസ് സെഡ് റേസ് ടു -1 മൈനസ് ഓഫ് മൈനസ് എന്താവും, പ്ലസ് ആവും. സോ ഈ ടേം 0 ആയില്ലേ. ദെൻ അടുത്ത് നോക്കാം, മൈനസ് സെഡ് റേസ് ടു -2 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് വരും. അപ്പോൾ പ്ലസ് സെഡ് റേസ് ടു പ്ലസ് z raised to plus z raised to -2, then minus z raised to -3 minus of minus എന്ത് വരും, പ്ലസ് വരും. പ്ലസ് 2z raised to -3 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ടേം എടുത്ത് എഴുതണം. അടുത്ത ടേം ഏതാണ്, 3z raised to -4. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ z raised to -2 ക്യാൻസൽ ആക്കണമെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് പറ്റുക, പ്ലസ് സെഡ് റേസ് ടു -2 ചെയ്ത് നോക്കുക. പ്ലസ് സെഡ് റേസ് ടു -2 ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, സെഡ് റേസ് ടു -2 ഇൻറ്റു 1 സെഡ് റേസ് ടു -2. ഇവിടെ എഴുതാം സെഡ് റേസ് ടു -2, ഇവിടെ താഴെയാണ് എഴുതേണ്ടത് കേട്ടോ. ദെൻ അടുത്ത ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2z റേസ് ടു -3, അടുത്ത ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3z റേസ് ടു -4. ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. സെഡ് റേസ് ടു -2 പ്ലസ് 2z റേസ് ടു -3 മൈനസ് 3z റേസ് ടു 4 നമ്മൾ ചെയ്തപ്പം ഈ ടേം കിട്ടി. അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 0 കിട്ടും. കാരണം ഇവിടെ വേറെ വാല്യൂസ് ഒന്നും എടുത്ത് എഴുതാനില്ലല്ലോ, 0 വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ് അപ്പോൾ വന്നത്, എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു നമ്മുടെ കോഷ്യൻ്റ് ആയിട്ട് കിട്ടിയത് ഏതൊക്കെയാണ് വാല്യൂ, 1 മൈനസ് സെഡ് റേസ് ടു -1 പ്ലസ് സെഡ് റേസ് ടു -2 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഈ ടേമിൽ നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് ഓഫ് സെഡിന്. കാരണം ഇവിടെ സെഡ് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഏത് പോർഷനിലാണ് ഇരിക്കുന്നത്, ഒറിജിനിലാണ്. കാരണം സെഡ് റേസ് ടു 0 ആണല്ലോ 1. അപ്പോൾ ഇതെന്താണ് 1 മൈനസ് സെഡ് റേസ് ടു -1 എന്ന് പറയുമ്പോൾ -1 പ്ലസ് സെഡ് റേസ് ടു -2 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഷ്യൻ്റ് എന്താണ്, 1 ആണ്. സോ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും, 1 - 1 1. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ചെയ്യാം. അപ്പം ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള വാല്യൂസാണ് എച്ച് ഓഫ് എൻ വൈ ഓഫ് എന്നും, അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പം എച്ച് ഓഫ് സെഡും നമുക്ക് എന്ത് കിട്ടി, വൈ ഓഫ് സെഡും കിട്ടി. നമുക്ക് അറിയാവുന്ന ഒന്നാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്. അതിൽ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എച്ച് ഓഫ് സെഡ്. 1 പ്ലസ് സെഡ് റേസ് ടു -1 പ്ലസ് 2z റേസ് ടു -2 മൈനസ് സെഡ് റേസ് ടു -3 പ്ലസ് 3z റേസ് ടു -4 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് 2z റേസ് ടു -1 പ്ലസ് 3z റേസ് ടു -2. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ 1 എത്ര ടൈംസ് ചെയ്യാം, നമുക്കിവിടെ വീണ്ടും 1 കിട്ടണം. അപ്പോൾ 1 ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2z റേസ് ടു -1 പ്ലസ് 3z റേസ് ടു -2 കിട്ടും. നോക്കിയേ, ഇവിടെ എക്സ് ഓഫ് സെഡ് തന്നെയല്ലേ നമുക്ക് കിട്ടിയ വാല്യൂ. 1 മൈനസ് സെഡ് റേസ് ടു -1 പ്ലസ് സെഡ് റേസ് ടു -2.
നമുക്കൊന്നും കൂടി നോക്കാം. 1 പ്ലസ് സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 2 സെഡ് റേസ് ടു മൈനസ് 2 മൈനസ് സെഡ് റേസ് ടു മൈനസ് 3 പ്ലസ് 3 സെഡ് റേസ് ടു മൈനസ് 4. 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 ഇൻറ്റു 1 1 1 2 സെഡ് റേസ് ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 സെഡ് റേസ് ടു മൈനസ് 1 1 ഇൻറ്റു 3 സെഡ് റേസ് ടു മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 സെഡ് റേസ് ടു മൈനസ് 2. സബ്ട്രാക്ട് ചെയ്യുക. ഏതൊക്കെ തമ്മിൽ ഈ രണ്ട് ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 2 മൈനസ് സെഡ് റേസ് ടു മൈനസ് 3. ഇനി സെഡ് റേസ് ടു മൈനസ് 1 ക്യാൻസൽ ആക്കണമെങ്കിൽ നമ്മൾ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം? മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 വരും മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 2 സെഡ് റേസ് ടു മൈനസ് 1 മൈനസ് 2 സെഡ് റേസ് ടു മൈനസ് 2 മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 3 സെഡ് റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞിട്ട് മൈനസ് 3 സെഡ് റേസ് ടു മൈനസ് 3. ഇനി ഈ രണ്ട് ടേംസ് തമ്മിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പം സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 2 സെഡ് റേസ് ടു മൈനസ് 3. ഇനി ഏത് ടേമും കൂടെ ഇവിടെ ബാക്കിയുണ്ട്? 3 സെഡ് റേസ് ടു മൈനസ് 4. അതിനെന്ത് ചെയ്തു? എടുത്തെഴുതി 3 സെഡ് റേസ് ടു മൈനസ് 4. സോ നമ്മൾ എന്ത് ചെയ്യാം? പ്ലസ് സെഡ് റേസ് ടു മൈനസ് 2. ഇവിടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? പ്ലസ് സെഡ് റേസ് ടു മൈനസ് 2. ആ സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു 1 സെഡ് റേസ് ടു മൈനസ് 2 സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു 2 സെഡ് റേസ് ടു മൈനസ് 1 2 സെഡ് റേസ് ടു മൈനസ് 3 സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു 3 സെഡ് റേസ് ടു മൈനസ് 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 സെഡ് റേസ് ടു മൈനസ് 4. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും 0. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ഏതാണ്? ഇതല്ലേ നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് സെഡ് റേസ് ടു മൈനസ് 2. അതിൽ നിന്ന് എക്സ് ഓഫ് എൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 1 മൈനസ് 1 1. അപ്പം ഇവിടെ നമ്മൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എവിടെ നമ്മൾ അപ്ലൈ ചെയ്തുള്ളൂ? ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തത്. അതിൻ്റെ മുന്നേ നമ്മൾ എന്താണ്? സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ ഇക്വേഷൻ ഈ ഫോമിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഇത്രയും സമയം ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി ലോങ് ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും പ്രോബ്ലംസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എക്സ് ഓഫ് സെറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/2 സെറ്റ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/2 സെറ്റ് റേസ് ടു മൈനസ് 2. ഇതിൽ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1ഉം റീജിയൻ ഓഫ് കൺവേർജൻസ് മോഡ് സെറ്റ് ലെസ് ദാൻ 1/2 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കേസിൽ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് സീക്വൻസ് ആണ്? എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോസൽ സീക്വൻസ് ആണ്, കോസൽ സിഗ്നലാണ്. കാരണം എന്താണ്? മോഡ് സെഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഒരു കോസൽ സിഗ്നലാണ്. കോസൽ സിഗ്നൽ ആവുന്ന കേസിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കതിൻ്റെ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിലുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് 3/2 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/2 സെഡ് റേസ് ടു മൈനസ് 2. ഇത് നമുക്ക് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/2 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/2 സെഡ് റേസ് ടു മൈനസ് 2. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഏത് ടേം മാത്രമേ വരുന്നുള്ളൂ? 1 മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് 1 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ത്രൂ ഔട്ട്. 1 ഇൻറ്റു 1 1 1 ഇൻറ്റു മൈനസ് 3/2 സെഡ് റേസ് ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 3/2 സെഡ് റേസ് ടു മൈനസ് 1. 1 ഇൻറ്റു 1/2 സെഡ് റേസ് ടു മൈനസ് 2 എന്ന് പറയുമ്പോൾ 1/2 സെഡ് റേസ് ടു മൈനസ് 2. നമ്മൾ എന്താ സാധാരണ ഡിവിഷനിൽ ചെയ്യാറ്? സബ്ട്രാക്ട് ചെയ്യും. ഈ 1ഉം 1ഉം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഇവിടെ 0 മൈനസ് 3/2. അപ്പോൾ എന്ത് കിട്ടി അവിടെ? പ്ലസ് 3/2 സെഡ് റേസ് ടു മൈനസ് 1. ദെൻ 0 മൈനസ് 0 മൈനസ് പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ മൈനസ് 1/2 സെഡ് റേസ് ടു മൈനസ് 2 എന്ന് കിട്ടി. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ 3/2 സെഡ് റേസ് ടു മൈനസ് 1 ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3/2 സെഡ് റേസ് ടു മൈനസ് 1 എന്നുള്ള ടേം ഇവിടെ എഴുതാം. ഈ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തേ ഈ ടേമുമായിട്ട്. അപ്പോൾ 3/2 സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പം 3/2 സെഡ് റേസ് ടു മൈനസ് 1 മൈനസ് 3/2 ഇൻറ്റു 3/2 സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1. എത്ര കിട്ടും? മൈനസ് 9/4 മൈനസ് 9/4 സെഡ് റേസ് ടു മൈനസ് 2. ഇനി എന്ത് ചെയ്യണം? 3/2 സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 1/2 സെഡ് റേസ് ടു മൈനസ് 2. എത്ര കിട്ടും? പ്ലസ് 3/4 സെഡ് റേസ് ടു മൈനസ് 3. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്യാം. ഈ രണ്ട് ടേമും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടി.
-1/2 മൈനസ് ഓഫ് മൈനസ്. അപ്പം എത്ര കിട്ടും? -1/2 പ്ലസ് 9/4 അല്ലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് 9/4. ഇവിടെ എന്താ വരിക? LCM ഇവിടെ ഡിനോമിനേറ്ററിൽ 4, ദെൻ -2 പ്ലസ് 9. അപ്പോൾ എത്ര കിട്ടും? 7/4 വന്നു. 7/4 വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? +7/4 z⁻², പ്ലസ് പിന്നെ ഏത് ടേം ഉണ്ടാവുന്നത്? 3/4. അപ്പോൾ 0 -3/4 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ വരിക? മൈനസ്, പ്ലസ് അല്ല, -3/4 z⁻³ എന്ന് വരും. ഇനി 7/4 z⁻² ക്യാൻസൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? +7/4 z⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ 7/4 z⁻² ഈ ടേമുമായിട്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 7/4 z⁻² എന്നുള്ള ടേം ക്യാൻസലാവും. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തെന്നുള്ളത്. നോക്കിയേ, മോഡ് z greater than 1 എന്ന് പറയുന്നത് കോസൽ സിഗ്നലാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1/1 -3/2 z⁻⁻1 പ്ലസ് 1/2 z⁻². അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 1 -3/2 z⁻⁻1 പ്ലസ് 1/2 z⁻². 1 - 1 എന്ത് കിട്ടും? 0. മൈനസ് ഓഫ് മൈനസ് 3/2 z⁻⁻1 മൈനസ് 1/2 z⁻². 3/2 ക്യാൻസലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 3/2 z⁻⁻1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 3/2 z⁻⁻1 ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ടേം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. അത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/4 z⁻² മൈനസ് 3/4 z⁻3. ഇനി 7/4 z⁻² ക്യാൻസലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ കോഷ്യൻറ്റിൽ 7/4 z⁻² ഇട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 7/4 z⁻² × 1 7/4 z⁻². 7/4 z⁻² ഇൻറ്റു -3/2 എന്ന് പറയുമ്പം -21/8 z⁻³ കിട്ടും. ഇനി 3/2 z⁻1 ഇൻറ്റു 1/2 എന്ന് പറയുമ്പം എത്ര കിട്ടും? 3/3 നമുക്കവിടെ 3/2 z⁻1 ഇൻറ്റു 1/2 z⁻³ -3 3/4 z⁻³ വന്നു. ഇവിടെ അല്ലേ എത്തിയത്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 7/4 7/4 കൂടെ 0 ആയി. -3/4 മൈനസ് ഓഫ് മൈനസ് എന്ത് കിട്ടി? +15/8 z⁻³ എഗെയിൻ 0 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -7/8 z⁻⁻4 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്യണം. ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ കോഷ്യനിൽ 15/8 z⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15/8 z⁻³ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 15/8 z⁻³ 15/8 z⁻³ ഇൻറ്റു -3/2 z⁻1 എന്ന് പറയുമ്പോൾ -15/16 z⁻4. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 15/8 × z⁻³ ഇൻറ്റു 1/2 z⁻² പറയുമ്പോൾ 15/16 z⁻5. എന്ത് ചെയ്യുക? ഈ രണ്ട് ടേമും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം ഈ രണ്ട് എന്തായി പോവും? 0 ആയി പോവും. ദെൻ -7/8 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ +15/16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31/16 z⁻4. ഇവിടെ 0 -15/16 എന്ന് പറയുമ്പോൾ -15/16 z⁻5. ദെൻ x ഓഫ് n ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇതല്ലേ നമ്മുടെ x ഓഫ് z. x ഓഫ് z ഈക്വൽ ടു 1 + 3/2 z⁻1 + 7/4 z⁻2 + 15/8 z⁻3 + 31/16 z⁻4 + എക്സെട്ര. ഇതിലെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് മാത്രം എടുക്കുക. ഓരോ z ടേംസിനെയും കോഎഫിഷ്യൻസ് ഫസ്റ്റ് 1 എടുത്തു. 3/2 z⁻1 3/2. ദെൻ 7/4 7/4 15/8 15/8 31/16 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്കിനി ഇനി വീണ്ടും ചെയ്തിങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് ചെയ്ത് അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ x ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ.
ഇത് ഏത് കേസാണ്? കോസൽ സീക്വൻസ് ആവുന്ന കേസിൽ. ഒരു കോസൽ സിഗ്നൽ ആണെങ്കിലാണ് നമ്മൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ആൻറ്റി കോസൽ സിഗ്നൽ ആവുന്ന കേസിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നോക്കാം.